ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മണി സോൺ മലയാളം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു അടിപൊളി ടെലിഗ്രാം മൈനിങ് ബോട്ടിനെ കുറിച്ചാണ്. ഈഡൻ എന്നാണ് ഇപ്പോൾ ഈ ഒരു പ്രോജക്റ്റിൻ്റെ പേര്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് എല്ലാവരും ജോയിൻ ചെയ്യാം. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. ഇതിൽ ജസ്റ്റ് ഒരു വെരിഫിക്കേഷൻ നമ്പർ ഒന്ന് ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുത്ത് സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ബോട്ട് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്റ്റാർട്ട് മൈനിങ് എന്ന ഓപ്ഷൻ. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൈനിങ് സ്റ്റാർട്ടാവും. അങ്ങനെ ഒരു 5 hours അല്ലെങ്കിൽ 7 hours ഗ്യാപ്പ് വിട്ട് നമ്മളത് ക്ലെയിം ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രോസസ്സ് ഉള്ളത്. ഡെയിലി നമ്മളിതൊരു കണ്ടിന്യൂസ് ആയിട്ട് ക്ലെയിം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനി അടുത്ത മൈനിങ് ക്ലെയിം വരുന്നത് ഒരു 5 hours ശേഷമാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്കിതിൽ ഏൺ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ടാസ്ക് സെൻറ്ററാണ്. ഇതിൽ ഒരുപാട് സിമ്പിൾ ടാസ്ക് ഉണ്ട്. അതുപോലെ ഡെയിലി ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 10 ഈതൻ ടോക്കൺ അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടും. അതുപോലെ അവരുടെ സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുക, ട്വിറ്റർ ഫോളോ ചെയ്യുക, ഇങ്ങനെയുള്ള സിമ്പിൾ ടാസ്കൊക്കെ ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള റിവാർഡായിട്ട് നിങ്ങൾക്ക് ഈതൻ ടോക്കൺ കിട്ടും. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ടാസ്ക് ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് ഇവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസൊക്കെ ചെയ്യുന്നൊരു ടാസ്ക്കാണ്. ജസ്റ്റ് അത് എടുക്കുക, ജസ്റ്റ് ഒന്ന് ഫോളോ ക്ലിക്ക് ചെയ്തിട്ട് ബാക്ക് വന്നാൽ തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് കംപ്ലീറ്റ് ആവുന്നതാണ്. അപ്പോൾ അതെല്ലാം പ്രോപ്പറായിട്ട് ജസ്റ്റ് ഓക്കെ. അതുപോലെ ഡെയിലി നിങ്ങൾ ചെക്ക് ഇൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു 10 ഈതൻ ടോക്കണ് അപ്പോൾ തന്നെ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് സോഷ്യൽ മീഡിയ എല്ലാം ഫോളോ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയി. എനിക്ക് 20 ഈതൻ ടോക്കൺ അവിടെ റിവാർഡായിട്ട് കിട്ടി. ഓക്കെ, അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഞാനിപ്പോൾ ഒരു ചെക്ക് ഇൻ ടാസ്ക് കൂടി ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ചെക്ക് ഇൻ കംപ്ലീറ്റ് ആയി, 10 ഈതൻ ടോക്കൺ കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇൻ്റർഫേസ് വരുന്നത്. എയർ ഡ്രോപ്പ് കൗണ്ട് ഡൗൺ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ ഓരോ വീക്കിലി എയർ ഡ്രോപ്പ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അതായത് ലീഡർ ബോർഡ് അനുസരിച്ചാണ് ഇതിൻ്റെ ഒരു റിവാർഡ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻ്റർഫേസിൽ ഒരുപാട് ഓപ്ഷൻസ് കാണാനായിട്ട് പറ്റും. അതുപോലെ ഇവരുടെ വൈറ്റ് പേപ്പറൊക്കെ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് അതൊക്കെ ഒന്ന് വായിച്ച് നോക്കാവുന്നതാണ്. ഇതിലെല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈതൻ ടോക്കൺ, അതിൻ്റെ പർപ്പസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഫീഡ്ബാക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഇൻവൈറ്റ് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ലെവൽ അപ്പ് ബോണസ് കിട്ടും 2%. ഇപ്പോൾ ലെവൽ എ, ലെവൽ ബി, ലെവൽ സി എന്ന് പറഞ്ഞിട്ട് ഓരോ ലെവലായിട്ട് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്തൊരു ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈതൻ USDT, അതായത് നമുക്ക് ഈതൻ നമ്മളിപ്പോൾ കളക്ട് ചെയ്തിട്ടുള്ള ഈതൻ നമുക്ക് USDT ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് മിനിമം ഒരു 10,000 ഈതൻ ടോക്കണാണ് വേണ്ടത് കൺവേർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതുവരെ എന്തായാലും മൈൻ ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ നമുക്കിവിടെ ഫീഡ്ബാക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിലെന്തെങ്കിലും ബഗ്ഗോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. അതുപോലെ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ എന്താണ് നമ്മൾ ഈതൻ ടോക്കൺ, ഇതിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ്, പർപ്പസ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വെബ് റൂട്ട് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷന്, ഇതിൽ ജസ്റ്റ് നമുക്ക് ഈ ഒരു റൂട്ട് മാപ്പ് പോലെ ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് വരാൻ പോകുന്നത് ഇപ്പോൾ ഇത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ സ്റ്റാർട്ട് മൈനിങ് ജൂൺ 2024 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റിൽ ഗോയിങ് ആണ്. എല്ലാവർക്കും ഇപ്പം ജോയിൻ ചെയ്യാനായിട്ട് പറ്റും, ജോയിൻ ചെയ്ത് മൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ അത്യാവശ്യം ക്ഷമയോടെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. കാരണം ഇതിൽ മില്യൺസ് ഓഫ് ടോക്കൺസ് നമുക്ക് കിട്ടുന്നില്ല, വളരെ കുറഞ്ഞതാണ്. ബട്ട് വാല്യൂ ഉള്ള ടോക്കണാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇനി അടുത്ത ഓപ്ഷൻ നമുക്ക് നെറ്റ്വർക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വാലറ്റ് ആഡ് ചെയ്യാൻ പറ്റും. അതിൽ നമുക്ക് BEP20 വാലറ്റ് അഡ്രസ്സാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. അതിപ്പോൾ തന്നെ ചെയ്യണമെന്നില്ല, നമുക്ക് എന്തായാലും വിഡ്രോയിൻ്റെ ടൈമിൽ നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ലെവൽ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഓപ്പറേറ്റിംഗ് അവേഴ്സ് കൂടും. ഇനി അടുത്തൊരു ഓപ്ഷനാണ് നമുക്ക് ലക്കി ഡ്രോ, അതായത് ജസ്റ്റ് ഒരു ഈതൻ ടോക്കൺ കൊടുത്തിട്ട് നമുക്ക് സ്പിന്ന് ബൈ ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു സ്പിന്ന് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം, ചിലപ്പോൾ കിട്ടും, അല്ലെങ്കിൽ എന്തും ആവാം, ജസ്റ്റ് ഒരു ലക്കാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാനായിട്ടും പറ്റും. ഇനി അടുത്ത വാലറ്റ് ഓപ്ഷനിൽ വരികയാണെങ്കിൽ നമുക്ക് ബില്ല്, റീചാർജ്, വിഡ്രോ, സ്റ്റേക്കിംഗ് ഇങ്ങനെയുള്ള ഓപ്ഷനൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം 10,000 ടോക്കണാണ് നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് മിനിമം വേണ്ടത്. അപ്പോൾ ആ ഒരു ലെവൽ എത്തുന്നവരെ നമ്മൾ മൈൻ ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ സ്റ്റേക്ക് ചെയ്യാനുള്ള അതിനും മിനിമം 10,000 ഈതൻ ടോക്കൺ വേണം. ഓക്കെ, അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യാൻ നല്ലൊരു പ്രൊജക്റ്റാണ്. എന്തായാലും ഫ്യൂച്ചറിൽ ഇതിൻ്റെ വിഡ്രോവൽ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യും.
ഒരു ടോക്കൺ എത്തിക്കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതിലും ജോയിൻ ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, ഇനി ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈഡനിൽ നോക്കാനുള്ളത്. അതുപോലെ അവരുടെ ടെലിഗ്രാം ചാനലും അതുപോലെ ട്വിറ്ററൊക്കെ ഒന്ന് ജസ്റ്റ് ഫോളോ ചെയ്ത് വെക്കുക. അവരുടെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഉടനെ നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ നമ്മുടെ ടെലിഗ്രാം ചാനലിലും എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഇനി നമുക്കിവിടെ ലെവൽസ് അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൈനിങ് സ്പീഡ് കൂടും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 10 ലെവൽ വരെ ഉണ്ട്. ഇപ്പോൾ 10th ലെവലൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് 22 ഈതൻ പെർ അവറിലൊക്കെയാണ് സ്പീഡ് ഉണ്ടാകുന്നത്. ഓക്കെ, നമുക്ക് ആ ഒരു രീതിയിലും ഈതൻ കൊടുത്തിട്ട് തന്നെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരും മൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തായാലും ഫ്യൂച്ചറിൽ നല്ലൊരു റിട്ടേൺസ് തന്നെ നമുക്കിതിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ വിഡ്രോവൽ വരുന്ന സമയത്ത് ഞാൻ വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. സീ യു സൂൺ. ബൈ.